ജീവിതത്തിലുടനീളം ഐശ്വര്യവും വിജയവും കൈവരിക്കാൻ കഴിയുന്ന, അതേപോലെ തന്നെ നമ്മുടെ നല്ല എല്ലാ ഉദ്ദേശങ്ങളും പൂർത്തീകരിക്കാൻ കഴിയുന്ന രണ്ട് ദിക്റുകളെയാണ് ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത്. വളരെ ലളിതമായ രൂപത്തിൽ നമുക്ക് ചൊല്ലാൻ കഴിയുന്ന രണ്ട് ദിക്റുകളാണ്. കൂടുതലൊന്നുമില്ല, രണ്ട് ചെറിയ ദിക്റുകൾ മാത്രമാണ് നമുക്ക് അതിനു വേണ്ടി പതിവാക്കേണ്ടത്. ഇങ്ങനെ പതിവാക്കുകയാണെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ എല്ലാ ഐശ്വര്യങ്ങളും നമുക്ക് ജീവിതത്തിൽ ഉണ്ടാകും. അതിൽ യാതൊരു സംശയവും ഇല്ല. ആദ്യമായി നാം ചെയ്യേണ്ടത് സുബഹി നിസ്കരിക്കുക. സുബഹി നിസ്കാരം കഴിഞ്ഞ ഉടൻ വലത് കൈ എടുത്ത് ഇടത്തെ നെഞ്ചത്ത് വെക്കുക. വലത് കൈ എടുത്ത് ഇടത്ത് നെഞ്ചത്ത് വെച്ചുകൊണ്ട് യാ ഫത്താഹു യാ അല്ലാ എന്ന് 71 തവണ ചൊല്ലുക. ഇങ്ങനെ 71 തവണ യാ ഫത്താഹു യാ അല്ലാ എന്ന അസ്മാഉൽ ഹുസ്നയിൽപ്പെട്ട ദിക്ർ ചൊല്ലിയതിനു ശേഷം നാം കൈ അവിടെ നിന്ന് എടുത്ത് കഴിഞ്ഞ് 121 തവണ യാ മലിക്കു യാ അല്ലാ, യാ മലിക്കു യാ അല്ലാ, യാ മാലിക്കു അല്ല, യാ മുൽക്കു അല്ല, യാ മലിക്കു, അക്ഷരം തെറ്റാത്ത രൂപത്തിൽ യാ മലിക്കു യാ അല്ലാ എന്ന് 121 തവണയും ചൊല്ലി അതിനുശേഷം നെഞ്ചത്തേക്കൊന്ന് ഊതുകയും ചെയ്ത് ദിവസവും ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമ്മൾ അറിയാതെ നമ്മൾക്ക് വിശ്വസിക്കാൻ കഴിയാത്ത രൂപത്തിൽ നമുക്ക് ഐശ്വര്യങ്ങൾ അല്ലാഹു തആല വർദ്ധിപ്പിച്ചു തരും. പ്രയാസങ്ങൾ ജീവിതത്തിൽ ഉണ്ടാവുകയില്ല. കടം കൊണ്ട് വലിയുന്ന ഒരവസ്ഥ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുകയില്ല. ഒരാളുടെ അല്ലെങ്കിൽ ഒരു ജനങ്ങളുടെ അരികിൽ ചെല്ലുന്ന സമയത്ത് നാം പോലും പ്രതീക്ഷിക്കാത്ത രൂപത്തിലുള്ള സ്ഥാനമാനങ്ങൾ അല്ലാഹു തആല ഈ ദിക്ർ കാരണം നമുക്ക് തരും. അല്ലാഹുവിൻ്റെ അസ്മാഉൽ ഹുസ്നയിൽപ്പെട്ട ഏറ്റവും പ്രാധാന്യമുള്ള ദിക്റുകളിൽ 2 ഈ പറഞ്ഞിട്ടുള്ളത്. നിത്യമായി സുബഹി ഖളാ ആക്കാതിരിക്കാനാണ് നാം ആദ്യമായി ശ്രദ്ധിക്കേണ്ടത്. ഖളാ ആവാതെ നിസ്കരിക്കുകയും നിസ്കാരം കഴിഞ്ഞ ഉടൻ തന്നെ അതേ ഇരിപ്പിൽ ഇരിക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ ഇരുന്നു കൊണ്ട് ഈ 2 ദിക്റുകളും നാം പതിവാക്കുകയാണ് വേണ്ടത്. മറക്കേണ്ട, ആദ്യമായി 71 തവണ യാ ഫത്താഹു യാ അല്ലാ എന്ന് വലത് കൈ ഇടത് നെഞ്ചത്ത് വെച്ചുകൊണ്ട് ചൊല്ലണം. അത് കൈ എടുത്തു കഴിഞ്ഞിട്ട് യാ മലിക്കു യാ അല്ലാ എന്ന് 121 തവണയും ചൊല്ലുക. എണ്ണങ്ങൾ കുറയരുത്, അക്ഷരങ്ങൾ വ്യത്യാസം വരരുത്. നിത്യമായി പതിവാക്കി നാം ഇത് ചൊല്ലുകയാണെങ്കിൽ ഈ പറഞ്ഞ രൂപത്തിലുള്ള ഐശ്വര്യങ്ങൾ നമുക്കുണ്ടാകും എന്നതിൽ യാതൊരു സംശയവും ഇല്ല. അല്ലാഹു തആല അതിന് നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. ആമീൻ. ഇത്തരം നല്ല അറിവുകൾ നമ്മളിലേക്ക് കിട്ടുന്ന സമയത്ത് നമ്മൾ ചെയ്യേണ്ട ഏറ്റവും നല്ല ഒരു കാര്യം നാം അത് മനസ്സിലാക്കുക എന്നുള്ളത് മാത്രമല്ല, അത് മറ്റുള്ളവർ കൂടി എത്തിച്ചു കൊടുക്കുക. കാരണം ഒരാൾക്ക് സമ്പത്ത് കൂടിയത് കൊണ്ട് നമുക്ക് കുറയുന്നില്ല, നമുക്കതുകൊണ്ട് ഗുണമാണ് ഉണ്ടാകുന്നത്. അതേപോലെ തന്നെ മറ്റൊരാൾ ഒരു ആവശ്യ പൂർത്തീകരണം നടത്തുന്നത് കൊണ്ട് നമുക്ക് പ്രയാസങ്ങളില്ല, അവന് ഗുണം കിട്ടുന്നത് നമുക്കൂടെ സന്തോഷമാണ്. അപ്പോൾ നമ്മൾ ഇത്തരം ദിക്റുകളൊക്കെ എത്തുമ്പോൾ മറ്റുള്ള ആളുകളിലേക്ക് ഇത് ഷെയർ ചെയ്തു കൊടുക്കുകയും അവരോടത് കേൾക്കാൻ പറയുകയും അങ്ങനെ എല്ലാവരിലേക്കും ഇത്തരം നല്ല അറിവുകൾ എത്തിയാൽ അതുകൊണ്ട് അള്ളാഹുവിൻ്റെ നാമങ്ങൾ ഒരുപാട് ഉയർത്താനും അതുവഴി ഒരുപാട് പുണ്യങ്ങൾ ദുനിയാവിലും ആഖിറത്തിലും കൈവരിക്കാനും നമുക്ക് കഴിയുമെന്ന വിഷയം നാം മറന്നു പോവാതിരിക്കുക. അല്ലാഹു തആല നമുക്കെല്ലാം അതിന് തൗഫീഖ് നൽകുമാറാവട്ടെ. ആമീൻ. Download Moj.